നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 22 മുതലുള്ള ഒരു വല്ലാത്തൊരു മാറ്റം മാർക്കറ്റിൽ നമ്മൾ കണ്ടു. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് വ്യക്തികളുടെ പേരിലുള്ള ഇൻഷുറൻസുകളിൽ GST ഒഴിവാക്കിക്കൊണ്ടൊരു വലിയൊരു സുപ്രധാന തീരുമാനം നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു സേവിങ്സ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 514 മില്യൺ ആൾക്കാർ, അതായത് 51.4 കോടി ആൾക്കാരാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കവറേജിൽ പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഇന്ത്യയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം അതൊരു 38% ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പോളിസിയിൽ ഒരു 5 പേരെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഏകദേശം 10 കോടി പോളിസികൾ വിറ്റ ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ 18% ടാക്സ് GST ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റമാണ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്വാഭാവികമായിട്ടും ഒരു 25 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ പോയാലും അയാൾക്ക് ഒരു 25,000 രൂപേൻ്റെ അടുത്ത് ഒരു വർഷം പ്രീമിയം ഉള്ള ഒരു ഇൻഷുറൻസ് അയാളുടെ പേരിലും അയാളുടെ കുടുംബത്തിൻ്റെ പേരിലുമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 4,500-5,000 രൂപേൻ്റെ അടുത്തൊക്കെ ഇൻഷുറൻസിന് ടാക്സ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 10 കോടി ജനങ്ങളും ഈ പറയുന്ന ടാക്സിൽ നിന്ന് ഒഴിവായി കിട്ടുമ്പോൾ ആ കാശ് വേറെ പലതരത്തിലും നമ്മൾ ചിലവായി പോകുന്നതിന് പകരം അത് മാറ്റിവെക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ മാറ്റിവെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 5,000 രൂപയാണ് ഈ വ്യക്തി ടാക്സ് ആയിട്ട് മാറ്റിവെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 400 രൂപയുടെ മുകളിൽ മാസം ഇയാൾക്ക് മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെ മാറ്റിവെക്കുന്ന കാശിൻ്റെ കൂടെ നിങ്ങളൊരു 100 രൂപ കൂടി കയ്യിൽ നിന്നിട്ട് നിങ്ങളൊരു 500 രൂപയിൽ നിങ്ങളൊരു SIPയോ ETF-ഓ ഷെയർ മാർക്കറ്റൊക്കെ SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കൊരിക്കലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങളൊരു 30 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു 25 വർഷത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധമായിട്ടും എടുക്കുന്നൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിൽ ആ 25 വർഷം നിങ്ങൾ ഈ ടാക്സ് എമൗണ്ട് നിങ്ങൾ മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ, ഇത് പല ആൾക്കാരും ചിലപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ചിലപ്പോൾ ചില മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് അതെത്ര മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള കാര്യം മാത്രമാണ്. അങ്ങനെ നമ്മൾ ഒരു മാസം ഒരു 500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മളൊരു റിസ്ക് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, നിർബന്ധമായി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ 10 കോടി ഈ പറയുന്ന ഇൻഷുറൻസ് ഹോൾഡേഴ്സും കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്ന കാശ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ അല്ലെങ്കിൽ ഇനി ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 25 വർഷം കൊണ്ട് ചുരുങ്ങിയത് 20 ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം നല്ലൊരു പ്രൈസാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും 25 വർഷത്തിന് ശേഷമുള്ള 20 ലക്ഷം രൂപ അതിന് വലിയ ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എത്രയായാലും ചെറിയൊരു കാശിൽ നിന്ന് മാറ്റി വെച്ച ഒരു കാശിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതും കൂടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാവട്ടെ. നിർബന്ധമായും ചിലവായി പോകുമായിരുന്ന ഒരു കാശ് അതെന്തായാലും ഇതിലേക്ക് തന്നെ മാറ്റിവെക്കുക. നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.